ഹായ്, ഇന്നതാ ടൈലറിങ്ങിലൊക്കെ വരുന്ന വേസ്റ്റ് വെട്ടുതുണികൾ. ഈ വെട്ടുതുണികൾ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അതാ കുറച്ച് വേസ്റ്റ് വെട്ടുതുണികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇത് ചണന്നൂലാണ്, ചണന്നൂല് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതാ ഇതേപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം കുറച്ച് അധികം പീസുകൾ നമ്മൾ ഇതേപോലെ ചുരുട്ടി എടുത്തതിന് ശേഷം അതൊന്ന് നമ്മൾ ആ ചണന്നൂല് കൊണ്ട് വരിഞ്ഞ് നമ്മളൊരു ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഉണ്ടയാണ് നമ്മളിത് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഒരു ഉണ്ട നമ്മൾ റെഡിയാക്കി എടുത്തു. ചണനൂല് കൊണ്ടൊക്കെ നന്നായിട്ട് വരിഞ്ഞ് കെട്ടി നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ അതാ അത് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനേക്കാൾ, അതായത് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തതിനേക്കാൾ കുറച്ച് ചെറിയ ഒരു ബോൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചണനൂല് കൊണ്ട് വരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ 2 ബോളുകൾ, അതായത് 2 ഉണ്ടകൾ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ലെഗിനാണ്. അപ്പോൾ ഇതൊരു ബനിയൻ ക്ലോത്ത് ലെഗിനാണ്, കീറിപ്പോയതാണ്. അപ്പോൾ ഓൾഡ് ബനിയൻ ക്ലോത്ത് ലെഗിന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഉണ്ടകൾ, നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ഉണ്ടകൾ നമ്മൾ കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വലിയ ഉണ്ട നമ്മൾ ലെഗിനുള്ളിൽ കയറ്റിയെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഉണ്ട് അതേപോലെ തന്നെ ലെഗിനുള്ളിൽ കയറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് പീസുകൾ ചുരുട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിൽ കുറച്ച് പീസുകൾ ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ 2 പീസുകൾ നമ്മൾ ലെഗിനുള്ളിൽ കയറ്റിയെടുത്തു. പിന്നീട് നമ്മൾ 6 പീസുകൾ ഇതേപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 പീസ് ഒരു വലിപ്പത്തിൽ, പിന്നെ അതിനേക്കാൾ ചെറിയ 2 പീസ്, പിന്നെ അതിനേക്കാൾ ചെറിയ 2 പീസ്, അങ്ങനെയാണ് 6 പീസ് എടുത്തത്. ഇനി ഈ ലെഗിനിൻ്റെ 2 വായ്ഭാഗവും നമുക്ക് തുന്നി ചേർത്തെടുക്കണം. അപ്പോൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് നമ്മൾ 2 ഭാഗവും തുന്നി ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ലെഗിനുള്ളിൽ കയറ്റിയ 2 ഉണ്ടകൾ നമ്മൾ തുന്നി ചേർത്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ നമ്മളൊരു മരത്തിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനുള്ളിൽ വെച്ചതിന് ശേഷം ഈ 2 പീസുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ആ 2 പീസുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചുരുട്ടിയെടുത്ത നമ്മുടെ പീസുകൾ, അതായത് വലിയ പീസ് നമ്മൾ അടിഭാഗത്ത് കാലുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ 2 പീസുകൾ നമ്മൾ കൈകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ചെറിയ 2 പീസുകൾ നമ്മൾ മുകൾ ഭാഗത്ത് ചെവികളായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 6 പീസുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ കാലുകൾ അതേപോലെ കൈകളൊക്കെ നമുക്കൊന്ന് ഈ ചണച്ചാക്കിൽ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത ഇതേപോലെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ അത് ചുറ്റിയെടുത്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ചണച്ചാക്കിൻ്റെ പീസ് വെച്ചിട്ട് ഒട്ടിച്ച് പൊതിഞ്ഞെടുക്കുന്നത്.
അപ്പോൾ അതാ കാലുകളും കൈകളും ചെവികളൊക്കെ നമ്മൾ ചണച്ചാക്കിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആ കട്ട് പീസിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് 2 കളറിൽ തുണികൾ നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുകളിൽ ഓരോ പീസ് ഇടവിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഒരു ചുവപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരു നീല ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉടുപ്പായിട്ട് നമ്മൾ നമ്മുടെ തുണികൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ മുഖഭാഗം, അതായത് തല വരുന്ന ഭാഗം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുട്ടി എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പൊട്ടിയാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഫെവിക്കോൾ ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് കളറും ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ ബ്രഷ് ചെയ്ത് മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പം മുഖവും തലയും ഒക്കെ നമ്മൾ കളർ ചെയ്തെടുത്തു. ഇനി ഈ കളർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അപ്പോൾ അത് 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതൊക്കെ നന്നായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഉടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗത്ത് നമ്മളൊരു ഗോൾഡൻ കളർ മാല ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു ലവ് ചിഹ്നം നമ്മൾ വെട്ടിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് തുണിയിലെ നമ്മുടെ വേസ്റ്റ് തുണിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തതാണ്. അത് ഇതിൻ്റെ വയറ് വരുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഉടുപ്പിന് മുകളിൽ നടുഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫെവിക്കോൾ അപ്ലൈ ചെയ്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ മൂക്ക് വായൊക്കെ വരുന്ന ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയിൽ നിന്ന് തന്നെ, നമ്മുടെ വേസ്റ്റ് തുണിയിൽ നിന്ന് നമ്മൾ ഇതേ ഒരു ഉണ്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ണുകളൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ബ്ലാക്ക് തുണി തന്നെ ചുരുട്ടിയെടുത്ത് കണ്ണുകളാക്കി മാറ്റിയതാണ്. ഈ കണ്ണുകളൊക്കെ നമ്മൾ ബ്ലാക്ക് തുണി ചുരുട്ടി ഇതേപോലെ ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ണുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലുള്ള കുറച്ച് മുടുക്കി കൊടുക്കുന്ന ചുരുട്ടകൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൈകളിലും കാലുകളിലൊക്കെ കുടുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വെട്ട് തുണി കൊണ്ടുള്ള ക്രാഫ്റ്റ് ഇതാ അടിപൊളിയല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് വെട്ട് തുണികൾ കൊണ്ടുള്ള ഈ ക്രാഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never